ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രമ്പള്ളി. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറി ഒരു 26 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിപ്പോൾ ഈ റോഡ് വരുന്ന പറഞ്ഞ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കുള്ള റോഡാണ്. അതുപോലെ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പള്ളിക്ക ബസാർ ഭാഗത്തോട് അങ്ങോട്ടുള്ള റോഡാണ്. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോണ റോഡാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം, കൊടുക്കാനുള്ള സ്ഥലം. പോയിട്ട് നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ പറമ്പ് ചുറ്റും മതിലൊക്കെ കെട്ടി ബൗണ്ടറി ഒക്കെ തിരിച്ചിട്ടതാണ്. ഇനി പോയിട്ട് നമുക്ക് വീടും സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഒരു 2500-3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ വീടാണ്. 10-12 ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണ്. പോയി കാണിച്ചു കൊടുക്കല്ലേ നമുക്ക്. ഇത് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചുറ്റും മതിലൊക്കെ കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടതാണ്. പിന്നെ നമ്മളെ വീട് ഏകദേശം 2500-3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. 10-12 ബെഡ്റൂമൊക്കെ ഉണ്ട്. വണ്ടികളൊക്കെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിടാനൊക്കെ ഉള്ള ഇഷ്ടംപോലെ വണ്ടി നിർത്തിയിടാനുള്ള സൗകര്യമുണ്ട്. ഒരു 4-5 വണ്ടിയൊക്കെ എന്തായാലും നിർത്തിയിടാം നമുക്ക്. മുറ്റമൊക്കെ നല്ലോണം ഉണ്ട്. നമ്മളിങ്ങോട്ട് മുറ്റത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ മുറ്റത്ത് തന്നെ ഒരു 10-25 തെങ്ങെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങാണ്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുപോലെ നല്ല കായ്ക്കുന്ന ഒരു 25 തെങ്ങോളുണ്ട്. അപ്പം നമുക്ക് വീടൊന്ന് പോയി കാണിച്ചു കൊടുക്കല്ലേ. അപ്പം നമ്മളിങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല സൗകര്യമുള്ളൊരു ഹാളാണ്. ഹാളിൽ തന്നെ ഇവിടെ തന്നെ ഒരു റൂമുണ്ട്. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഹാളാണ്. മൊത്തം 2-3 ഹാളുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള വീടാണ്. ഇവിടെ ഉണ്ട് ഒരു ഹാള്. അതുപോലെ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് ഇപ്പം 3 ഹാളുണ്ട് കേട്ടോ. നമ്മൾ കയറി വരുന്ന ഇനി ഇതാ അടുത്ത് 3ാമത്തെ ഹാളാണിത്. അത്യാവശ്യം വലിയ വീടാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതൊരു ഡൈനിങ് ഹാളായിട്ടൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അത്യാവശ്യം വലിയ വീടാണ്. അപ്പം നമ്മൾ 2 ഹാള് കണ്ടു. ഇനി ഇത് 3ാമത്തെ ഹാളാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഡൈനിങ് ഹാളായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് അടുക്കളയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഒരു ബെഡ്റൂം ഉള്ളത്. ഈ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇനി ചുമരൊക്കെ ഒന്ന് എന്താ പറയുക, ഭിത്തിയൊക്കെ പെയിൻ്റ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലമൊക്കെ ഫുള്ള് മാർബിളാണ്. പിന്നെ അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് അവിടെയാണ്. റൂമുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ക്വാർട്ടേഴ്സ് ആക്കിയിട്ട് അപ്പുറത്ത് വേറെ കുറച്ച് എന്താ പറയുക റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ക്വാർട്ടേഴ്സായിട്ട് കൊടുക്കുകയും ചെയ്യാം. നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 8 ബെഡ്റൂം ഉണ്ട് കേട്ടോ. അത് പോരാതെ അതല്ലാതെ നമുക്ക് പുറത്തുനിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിട്ട് വേറെ 4 റൂം വേറെ കൊടുത്തിട്ടുണ്ട്. അത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹാളിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു ബാത്റൂമും കൂടെ ഉണ്ട്. ബാത്റൂമിൻ്റെ ഒക്കെ പണി കുറച്ചുകൂടെ ടൈലൊക്കെ ഒട്ടിക്കാനൊക്കെ ഉണ്ട്. കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ട്. ഇപ്പം നമ്മൾ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തൊരു ബെഡ്റൂം ഇതാ ഇവിടെയാണുള്ളത്. റൂമുകളൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ്. ഈ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ എല്ലാം പണികൾ ടൈലിൽ ഒട്ടിക്കാനുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിണറാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന കിണറിൻ്റെ മേലെയാണ്. കണ്ടില്ലേ, ഇവിടുന്ന് കുറച്ച് ഭാഗമേ കാണുള്ളൂ കിണറിൻ്റെ. ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ല. പിന്നെ അടുത്തടുത്ത് വീടുകളുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് നമ്മളിങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത നമുക്ക് അടുക്കളയാണ് കാണാനുള്ളത്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റോർ റൂമൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം.
ഇതവിടെയാണ് നമ്മളെ അടുക്കള. അടുക്കളയൊക്കെ നല്ല സൗകര്യമുണ്ട്, വലിയ അടുക്കളയാണ്. വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആലുവടുപ്പാണ് കൊടുത്തിട്ടുള്ളത്. റാക്കും കാര്യങ്ങൾ, ഷെൽഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ നോക്കിയാൽ കാണാം നമുക്ക്. റോഡ് സൈഡാണ്, വണ്ടികളൊക്കെ പോണത് കാണാം. നമുക്ക് മേലത്തെ റൂമും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് പോയിട്ട് നോക്കാം. നമുക്ക് നമ്മളെ സ്റ്റെയർ വരുന്ന ഫുള്ള് മാർബിൾ തന്നെയാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് സ്റ്റെയർ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു വലിയ ഹാളാണിത്. ഇഷ്ടംപോലെ റൂമുകളുണ്ട് കേട്ടോ. ഇതാ നമ്മൾ സ്റ്റെയർ കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇതൊരു റൂമാണ്. ഇതിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ 5ാമത്തെ ബെഡ്റൂമാണ്. ഇനിയിപ്പോൾ അടുത്തത് അവിടെയാണ് 6ാമത്തെ ബെഡ്റൂം ഉള്ളത്. റൂമുകളൊക്കെ നല്ല സൗകര്യമുണ്ട്. ഷെൽഫെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. വീടിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല. പെയിൻ്റ് അടിക്കാനും ബാത്റൂം എല്ലാം ശരിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ അടുത്ത റൂം എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ 7ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ റൂം അത്യാവശ്യം സൗകര്യമുണ്ട്. ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയാണ് അടുത്ത 8ാമത്തെ ബെഡ്റൂം ഉള്ളത്. ഈ റൂം ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ 2-3 സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ. റൂമുകളൊക്കെ അത്യാവശ്യം നല്ല റൂമാണ്, നല്ല സൗകര്യമുണ്ട്. ഇതിന് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 8 ബെഡ്റൂം ഇപ്പോൾ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് 4 ബെഡ്റൂം വേറെ കൊടുത്തിട്ടുണ്ട്. അതായത് വാടകയ്ക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു സ്റ്റെയർ വെച്ചിട്ട് അങ്ങനെ ഒരു 4 റൂം വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പുറത്ത് പോയിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ. ഇപ്പം നമ്മൾ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വീടിൻ്റെ പുറത്ത് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു 3-4 റൂം വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് വാടകയ്ക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. പുറത്തെ സ്റ്റെയറും മാർബിളെല്ലാം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാടകയ്ക്കൊക്കെ കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ പറ്റും നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ പുറത്തുനിന്നുള്ള റൂമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഹാളാണ്. ഇതൊരു റൂം. ഇത് പിന്നെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇത് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. വാടകയ്ക്കെല്ലാം കൊടുക്കാം. പിന്നെ അതാ ഇവിടുന്ന് ഇങ്ങനെ ഇവിടേക്ക് ഇരുട്ടാണ് കേട്ടോ. ഇവിടേക്ക് ഒരു 3-4 റൂം ഇങ്ങോട്ട് ഇഞ്ഞുണ്ട്, കാണൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ്. ഇവിടെ ഫുള്ള് വൈക്കോല് പശുവൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള വൈക്കോലൊക്കെ അടുക്കി പെറുക്കി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു 4 ഇവിടെ ഉണ്ട്. അപ്പോൾ മൊത്തം ഒരു 12 റൂമാണുള്ളത് നമ്മൾ ഈ ഒരു വീടിന്. തെങ്ങൊക്കെ ഒരു 10-25 തെങ്ങുണ്ട്. അത്യാവശ്യം നല്ല കാഴ്ചയാണ്. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് കറിക്കാണെങ്കിലും എണ്ണയ്ക്കാണെങ്കിലൊക്കെ ഉപയോഗിക്കാം. വണ്ടികളൊക്കെ ആണ് ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരു 1-1.5 കിലോമീറ്റർ പോയാൽ എയർപോർട്ടിലേക്കാണ് എത്തുക. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള പോയി കഴിഞ്ഞാൽ നമ്മളെ ബസാർ അല്ലേ, പള്ളിക്ക് ബസാർക്ക് അങ്ങോട്ട് ആ ഭാഗത്തേക്ക്. മുറ്റത്താണെങ്കിൽ 4-5 വണ്ടിയൊക്കെ നിർത്താനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഈ മുറ്റത്ത് ഇപ്പോൾ ഈ കാണുന്ന ഒരു പശുക്കൂടായിരുന്നു കേട്ടോ. നേരത്തെ പശുവൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് പശു. അപ്പോൾ അതിൻ്റെ പശുക്കൂടാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ വൈക്കോല് നിറച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ ഒരു സ്റ്റോർ റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതും ഫുള്ള് പറമ്പാണ്, വയലല്ല. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. പശുക്കൂടായിട്ടും പിന്നെ പശുക്കളൊക്കെ ഉണ്ട്. കോഴിക്കൂട് ഉണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ 2-3 പശു 4 എണ്ണം ഉണ്ട് അല്ലേ. 4 പശു ഉണ്ട്. ഇപ്പോൾ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. കോഴി വളർത്താനൊക്കെ സൗകര്യമുണ്ട്. അടുത്തൊക്കെ ഫുള്ള് തെങ്ങ്, കവുങ്ങ് ഇങ്ങനത്തെ കൃഷികളൊക്കെയാണ്.
പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊണ്ടോട്ടി ടൗണിലേക്കാണ് എത്തുക. അതുപോലെ എയർപോർട്ടിലേക്കാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കാണ് എത്തുക. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ഒരു വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നല്ല കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളെ സ്ഥലത്തുള്ള ദൂരം. പിന്നെ ഇനി ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എടുക്കണമെന്ന് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അടുത്ത് പിന്നെ കൊണ്ടോട്ടിയിലോട്ട് ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് നമ്മളെ സ്ഥലത്തു നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.